ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നലെ റിയാസ് സലീമിന് ഷാനവാസ് തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ പേസ്റ്റ് ചെയ്യുന്നൊരു പ്രൊമോ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എപ്പോഴാണെന്ന് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഇന്ന് അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം 7:30 ആ ഒരു സമയം മുതൽ തന്നെ ഓരോ പ്രേക്ഷകരുടെ ലൈവിൽ ആ ഒരു സംഭവം ഇപ്പോൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം 8 മണിക്കാണല്ലോ ഈ വേക്കപ്പ് സോങ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വേക്കപ്പ് സോങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി ഈ ഒരു ഫൈറ്റ് നടക്കും എന്നുള്ളതാണ് പല പ്രേക്ഷകരും, ഞാൻ ഉൾപ്പെടെയുള്ള പല പ്രേക്ഷകരും വിചാരിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് വച്ചിട്ടുണ്ടായത്. എന്നാൽ നിർഭാഗ്യവശാൽ 7ൻ്റെ പണി എന്നോണം ബിഗ് ബോസ് ആ ഒരു ഫൈറ്റ് ഏകദേശം 6:30 മുതൽ 7:30 വരെയുള്ള സമയത്തിനുള്ളിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് 5 മണിക്ക് ഇന്ന് വേക്കപ്പ് സോങ് വെച്ചിരുന്നു, 6:30ക്ക് ഈ ഒരു ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇന്ന് 5 മണിക്ക് ഈ ഒരു വേക്കപ്പ് സോങ് വെച്ചത്, ഈ ഒരു സംഭവം ആ ഒരു സമയത്തിനുള്ളിൽ കഴിഞ്ഞത് എന്നതിനെപ്പറ്റി എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ അവിടെ നടന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, റിയാസും ഷാനവാസും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു മുട്ടൻ ഫൈറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത്. റിയാസിനെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പോരാ, അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഷാനവാസ് എന്ന് റിയാസ് സലീമിന് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള പല പ്രൊമോകളും വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു പ്രൊമോയുടെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് റിയാസ് തേഞ്ഞൊട്ടി എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ ഈ ഒരു റിയാസ് സലീം എന്നുള്ള ഒരു കണ്ടസ്റ്റൻ്റ്, ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് റിയാസ് ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു കഴിവ് റിയാസിനില്ല എന്നുള്ളത് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. റിയാസ് വളരെയധികം പ്രോഗ്രസീവായി തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വളരെയധികം നിലപാടുകളുള്ള, അതിനെക്കുറിച്ച് ആധികാരികമായ അറിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഈ റിയാസ് സലീമിൻ്റെ നേച്ചറുള്ള അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ അല്ലാതെ ചില പൗരുഷമുള്ള ആളുകൾ, അതായത് കട്ടിമീശിയുള്ള ഒരുപാട് പൗരുഷത്വമുള്ള തനി ആൺ സ്വരൂപം എന്ന് പറയൂല, അത്തരത്തിലുള്ള ആളുകളോട് ഈ പറഞ്ഞ റിയാസ് സലീമിന് പൊതുവെ സ്വരച്ചേർച്ചയുള്ളതായിട്ട് നമുക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടല്ലേ. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ആ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ റിയാസ് സലീം പുറത്താക്കാൻ ശ്രമിച്ചു. അങ്ങനെ പുറത്താക്കുകയും ചെയ്തു. കാരണം അത്രയധികം ഫാൻ ബേസ് ഉള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 4 കണ്ട ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 95% ആളുകളും ഈ പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഫാൻസ് തന്നെയാണ്. അതിപ്പോൾ എത്ര സീസണുകൾ കഴിഞ്ഞാലും ഡോക്ടർ റോബിൻ്റെ അത്ര ഫാൻ ബേസ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെയും പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ റിയാസ് സലീം തന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട്, അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന പേരിൽ ഡോക്ടർ റോബിനെ പുറത്താക്കുന്നു. സത്യത്തിൽ അവിടെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ റോബിന് റിയാസിനെ തള്ളുകയാണ്. ഈ തള്ളിയതിനെ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് കാണിച്ചിരിക്കുന്ന റിയാസ് സലീമിൻ്റെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ റിയാസ് സലീം ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ, താൻ കഴിക്കുന്ന ഫുഡിൽ വേസ്റ്റ് വാരിയിടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഡോക്ടർ റോബിനോട് ബിഹേവ് ചെയ്തു എന്നുള്ളത് നമുക്ക് പിന്നീട് പല സാഹചര്യങ്ങളിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ ഒരു കേസിലും ഇത് തന്നെയാണ് നടന്നിട്ടുണ്ടായത്. അതായത് ഡോക്ടർ റോബിനെ സംബന്ധിച്ചിടത്തോളം കട്ടിമീശ അല്ലെങ്കിൽ ഈ മീശ പിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ പറഞ്ഞ റിയാസ് സലീമിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ചെന്ന് ചൊറിയാനായിട്ട് റിയാസ് ശ്രമിക്കും. ആ ഒരു റിയാസിന് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു കാര്യത്തിൽ റിയാസ് പക്ക തോൽവിയാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസിന് മുൻപിൽ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നിലപാടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വശം തന്നെയാണ്. എങ്കിൽ കൂടി റിയാസ് ഈ ഒരു സീസൺ 7 കയറിയ പാട് തന്നെ ലക്ഷ്മിയുമായിട്ടാണ് മുട്ടാൻ പോയത്. പക്ഷേ ലക്ഷ്മിക്ക് തൻ്റെ നിലപാട് മാറ്റാൻ തനിക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് നോർമലൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് അവിടെയും തോറ്റുപോയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഷാനവാസിൻ്റെ മുമ്പിലും റിയാസ് മുട്ടുമടക്കി എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. അതിപ്പോൾ റിയാസ് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം പല കാര്യങ്ങളും മീഡിയാസിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും റിയാസ് തേഞ്ഞൊട്ടി പുലി പോലെ വന്നത് എലി പോലെ പോയി
എന്നതാണ് സത്യത്തിൽ റിയാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പ്രൊമോകൾ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ റിയാസ് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ അനീഷിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ക്ലീനറോട് എൻ്റെ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ പറയൂ എന്നുള്ളത്. നിങ്ങൾ ഓർക്കണം, ആ സമയത്ത് ടാസ്ക് പോലും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ടാസ്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാവരും ഉണർന്ന് അവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അനീഷ് യൂണിഫോമിലായിരുന്നു, ഷാനവാസ് റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഷാനവാസ് പറയുന്നത് ഡ്യൂട്ടിയിൽ കയറാത്തതിന് മുൻപ് ഡ്യൂട്ടി ചെയ്യണം എന്ന് ആരെങ്കിലും അടിമപ്പണി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ റിയാസ് അതിനുശേഷം പറയുന്നുണ്ട് പണിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്നുള്ളത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് നിങ്ങൾ ആരാണ് അത് പറയാൻ? ഞങ്ങൾ ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ച് വാങ്ങാനോ ഞങ്ങളെ പട്ടിപ്പണി എടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. തൊഴിലവകാശ ലംഘനത്തിനെതിരെ ഞാൻ പ്രതികരിക്കും. അതിനി എത്ര വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ടും കാര്യമില്ല എന്നുള്ളതും ഷാനവാസ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന രീതിയിലല്ല എന്ന് റിയാസിനോട് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതായത് പക്കാ നിലപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ പോയിന്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതായത് ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ച് വാങ്ങാനോ ഞങ്ങളെ പട്ടിപ്പണി എടുക്കാനോ ഗസ്റ്റ് ആളല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് റിയാസ് കാണിക്കുന്ന ഈ രീതിയിൽ എങ്ങാനും ചെയ്താൽ അവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം റിയാസിൻ്റെ പക്കാ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാലും മതിയാവില്ല, അത്രത്തോളം മോശമായാണ് റിയാസ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ബാത്റൂമിൻ്റെ ആ ഒരു സൈഡിലുള്ള ബക്കറ്റിനകത്തുള്ള ടിഷ്യൂ വേസ്റ്റ് ഫുള്ളും എടുത്ത് ലിവിങ് ഏരിയയിൽ തറയിലേക്ക് വിതറുന്നു. അത് ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നു. അതിലേക്കായിക്കോട്ടെ ആ വേസ്റ്റ് ഫുള്ളും ആ ടിഷ്യൂ പേപ്പറിൻ്റെ വേസ്റ്റ് ഫുള്ളും സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട് തൂത്താലും പോവാത്ത കുറേ വേസ്റ്റുകൾ. റിയാസിനെയാണ് പറയുന്നത് തൂത്താലും പോവാത്ത കുറേ വേസ്റ്റുകൾ എന്നുള്ളത്. അതിനുശേഷം റിയാസ് ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്നോടെടുത്ത് സംസാരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഷാനവാസ നീ ആരാടാ പോടാ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ് 0 സ്റ്റാൻഡേർഡ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഷാനവാസ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പോടാ എന്നുള്ളതും പറയുന്നുണ്ട്. റിയാസ് എന്ത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രൊമോയും അവസാനിക്കുന്നത്. ഈ പറഞ്ഞ റിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തി റിയാസിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് അവരെ അടിമപ്പണി എടുക്കുന്ന രീതിയിലേക്കൊക്കെ റിയാസ് എത്തിക്കും. ഇന്നലെ തന്നെ അനീഷിനെയും ഷാനവാസിനെയും നല്ല രീതിയിൽ തന്നെ പട്ടിപ്പണി എടുപ്പിച്ചിട്ടുണ്ട്, അടിമപ്പണി എടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അതിന് ഷാനവാസ് നല്ല രീതിയിൽ റിയാസിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും റിയാസിന് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വമ്പൻ പരാജയം തന്നെയാണ്.